ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സത്യവാന്റെയും സാവിത്രിയുടെയും കഥ പലരും കേട്ടിട്ടുണ്ടാകും. അൽപായുസായ ഭർത്താവിന്റെ ആത്മാവിനെ യമൻ കൊണ്ടുപോയപ്പോൾ സാവിത്രി പിന്തുടർന്നു. അവളെ പിന്തിരിപ്പിക്കാൻ യമദേവൻ പല ഉപദേശങ്ങളും വരങ്ങളും നൽകി. എന്നാൽ ബുദ്ധിപരമായ സംഭാഷണങ്ങളിലൂടെ പുത്രസമ്പത്തിനുള്ള വരവും പാതിവൃത്യം നിലനിർത്താനുള്ള വരവും അവൾ സ്വന്തമാക്കി. ഈ രണ്ട് വരങ്ങളും സാധ്യമാകണമെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ ജീവൻ മടക്കിക്കൊടുക്കാതെ തരമില്ല എന്ന അവസ്ഥയിലെത്തി യമരാജൻ. ദൃഢനിശ്ചയവും ബുദ്ധിയും ഉണ്ടെങ്കിൽ മരണത്തെ പോലും തോൽപ്പിക്കാം എന്നാണ് സാവിത്രി നമ്മെ പഠിപ്പിക്കുന്നത്. ലളിതമായ ഈശ്വര പ്രാർത്ഥനകൾ സംഗീതാത്മകമായി ചൊല്ലുന്നവരുണ്ട്. ചില വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ സമൂഹമായി ആലപിക്കുന്നവരുമുണ്ട്. അത്തരത്തിലുള്ള ഭജന സംഘങ്ങൾ ധാരാളമുണ്ട്. ഇനി കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. सरस्वती हंसवाहन देवी अम्बा सरस्वती हंसवाहन देवी अम्बा सरस्वती हंसवाहन देवी अम्बा सरस्वती എന്നാവിൽ വന്നു നടനമാടും അംബാ സരസ്വതി എന്നാവിൽ വന്നു നടനമാടും അംബാ സരസ്വതി എന്നാവിൽ വന്നു നടനമാടും അംബാ സരസ്വതി सरस्वती एन ताये सरस्वती अम्बा सरस्वती एन ताये सरस्वती अम्बा सरस्वती एन ताये सरस्वती अम्बा सरस्वती एन ताये सरस्वती वीणा पाणिनि पुस्तकधारिणी अम्बा 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 सरस्वती अखिल लोक कलैवाणी अम्बा सरस्वती अखिल लोक कलैवाणी अम्बा सरस्वती देवी अखिल लोक कलैवाणी अम्बा सरस्वती अखिल लोक कलैवाणी अम्बा सरस्वती अम्बा सरस्वती एन ताये 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 सरस्वती विनोदिनी अम्बा सरस्वती नादगान विनोदिनी अम्बा सरस्वती नादगान विनोदिनी अम्बा सरस्वती नादगान विनोदिनी अम्बा सरस्वती संगीत रास विलासिनी अम्बा सरस्वती संगीत रास विलासिनी अम्बा सरस्वती संगीत रास विलासिनी अम्बा सरस्वती संगीत रास विलासिनी
സ്വന്തം ജീവിതചര്യകളിലൂടെ ലളിതമായ പാഠങ്ങൾ അവതരിപ്പിച്ച് സങ്കീർണമായ ജീവിത സമസ്യകളെ വിശകലനം ചെയ്യാൻ കഴിയണം. അങ്ങനെയാണ് നാറാണത്ത് ഭ്രാന്തൻ മഹാനായത്. കേൾക്കാം ഇന്നത്തെ കഥയമമ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ നാറാണത്ത് ഭ്രാന്തനുമായി ബന്ധപ്പെട്ട കഥകൾ നമ്മൾ കേട്ടു. ഭദ്രകാളിയും ദുർഗാഭഗവതിയും അമ്പലപ്പുഴ കൃഷ്ണനും ഒക്കെ അദ്ദേഹത്തെ അനുഗ്രഹിച്ച കഥകൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ കേട്ടു. ഈ കഥകളിൽ നിന്നൊക്കെ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് എന്താണ്? അദ്ദേഹം ഈ ലീലകളൊക്കെ നടത്തി നമ്മളെ, ഇന്നത്തെ ഈ സമൂഹത്തെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്? നമ്മൾ ആ പാഠങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചിട്ടുണ്ടോ എന്നാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മളൊന്ന് വിലയിരുത്താൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ആ ആചാര്യൻ ചെയ്തിരുന്ന ഒരു പ്രവണതയാണ് അതികാലത്ത് എഴുന്നേറ്റ് ഉയർന്ന മലനിരകളിലേക്ക് വലിയ ഭാരമുള്ള ഉരുളൻ പാറക്കഷ്ണങ്ങൾ ഉരുട്ടി കയറ്റുക എന്നുള്ളത്. ഓരോ സമയത്തും വലിയ തരത്തിൽ പ്രയാസപ്പെടുന്നുണ്ട്. അദ്ദേഹം ശാരീരികമായിട്ട് പലതരത്തിലുള്ള അവശതകളും നേരിടുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാലിൽ മന്ത് എന്ന് വിളിക്കപ്പെടുന്ന അസുഖം ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ വേണ്ടെന്ന് വെച്ച് ഈ പൊരി വെയിലത്ത് വലിയ വലിയ മലകളിലേക്ക് വലിയ വലിയ പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ ഉരുട്ടി കയറ്റുന്ന നാറാണത്ത് ഭ്രാന്തനെയാണ് ആളുകളെല്ലാവരും കണ്ടിരുന്നത്. ഏതാണ്ട് സന്ധ്യാസമയത്തോടു കൂടിയാണ് അദ്ദേഹം ആ യജ്ഞം അവസാനിപ്പിച്ചിരുന്നത്. ആ സമയത്താണ് ഏതാണ്ട് ഈ പാറക്കല്ല് ആ മലയുടെ ഏറ്റവും മുകളിൽ എത്താനുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യാറുള്ള പ്രവർത്തനം, ഇത്ര നേരം ഏതൊരു കല്ലിനെയാണോ അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നത്, ഇത്ര നേരം ഏതൊരു ഭാരത്തെയാണോ അദ്ദേഹം കഷ്ടപ്പെട്ട് ചുമന്നിരുന്നത്, ഇത്ര നേരം ഏതൊരു പ്രവർത്തനം വിജയിപ്പിക്കാനാണോ അദ്ദേഹം ഈ പകലന്തിയോളം കഷ്ടപ്പെട്ടത്, ആ വലിയ പാറക്കല്ലിനെ വീണ്ടും ആ കുന്നിൻ ചെരുവിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് രണ്ട് കൈകളും ഉറക്കെ കൊട്ടി അട്ടഹസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാവം നമുക്കൊക്കെ സങ്കല്പിക്കാൻ സാധിക്കണം. എന്തിനാണ് ആ മഹാത്മാവ് ഈ ഒരു ലീല നമുക്ക് കാണിച്ചു തന്നത്? ഇത്രയാണ് ജീവിതത്തിൻ്റെ ഒരു നിരർത്ഥകത, ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പഠിപ്പിക്കാൻ ഇതിലും വലിയ പാഠം ഉണ്ടായിരുന്നില്ല എന്നാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. പലതരത്തിലുള്ള കർമ്മപ്രാരാബ്ധങ്ങളെ ആയുസ് തീരുന്നത് വരെ ഒപ്പം കൊണ്ടുവന്ന് ഒരിക്കൽ ഇതൊന്നും സ്വീകരിക്കാതെ കയ്യും വീശി തിരിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം. അതിനിടയിൽ സമ്പാദിച്ചതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല, നമ്മുടെ കൂടെ കൂടിയവരെ ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഈ ശരീരം പോലും, ഈ ശരീരത്തിലിരിക്കുന്ന വസ്ത്രം പോലും നമുക്ക് സ്വന്തമല്ല. ഇതൊക്കെ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടാണ് ഇതിനകത്തിരിക്കുന്ന ആത്മാവ് ആ ലോകങ്ങളെ തേടി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നിരർത്ഥകതയെ കാണിക്കാനാണത്രേ അദ്ദേഹം ഈ ലീല ചെയ്തിരുന്നത്. എന്തൊക്കെ തരത്തിലാണ് ആളുകൾ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ഏതൊക്കെ തരത്തിലാണ് ആളുകൾ ബന്ധങ്ങളെ മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഈ ബന്ധമോ ഈ പണമോ ഒന്നും ശാശ്വതമല്ല. ഇതൊക്കെ ഒരു കാലത്ത് കൈവിട്ട് കളയേണ്ടി വരും. ആ കൈവിട്ട് കളയുന്നത് വരെ ഇതിനെ ഇങ്ങനെ സഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യജന്മം. ഇങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണിച്ചു തരാൻ ഇതിനേക്കാൾ മഹത്തരമായിട്ടുള്ളൊരു ലീല വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. എവിടെ ചെന്നാലും കിട്ടുന്ന സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടാൻ അദ്ദേഹം പഠിപ്പിച്ചു. എവിടെയാണോ ചെന്നെത്തുന്നത് അവിടെ അഗ്നിയും കല്ലുള്ള സ്ഥലത്ത് അടുപ്പ് കൂട്ടി ഭക്ഷണം ഉണ്ടാക്കി അവിടെ തന്നെ കിടന്നുറങ്ങി യാത്ര തുടരാൻ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. ഏത് സാഹചര്യത്തിലും ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ബോധത്തെ, ഏത് സാഹചര്യത്തെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനുഷ്യൻ്റെ ബോധത്തെയാണ് ആ ലീലയിലൂടെ ആ മഹാത്മാവ് നമ്മളെ പഠിപ്പിച്ചത്. ഇങ്ങനെ ഓരോ തവണയും അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങളെ വലിയ അർത്ഥത്തോടു കൂടി നോക്കിക്കാണാൻ നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്കും സാധിക്കണം. അപ്പോഴാണ് ഈ ഭ്രാന്തൻ എന്നുള്ള വിളിയിൽ നിന്നൊക്കെ ആചാര്യൻ അല്ലെങ്കിൽ ഗുരു എന്നുള്ള സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നമ്മളുടെ മനസ്സിൽ ഉയരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകളെയൊക്കെ തന്നെ നമ്മൾ ഇന്ന് പലപ്പോഴും ഇതുപോലെ ചിത്രീകരിക്കുന്ന രീതി കാണാറുണ്ട്. ആധ്യാത്മികതയുടെ മഹത്വങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ സാധനാ മാർഗങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന അവധൂത സ്വഭാവത്തിലുള്ള ആചാര്യന്മാർ സനാതന ധർമ്മത്തിൽ ഇന്നുമുണ്ട്. അന്ന് നാറാണത്ത് ഭ്രാന്തനെ കളിയാക്കിയതുപോലെ ഇന്ന് നമ്മൾ പലരും അത്തരത്തിലുള്ള മഹാത്മാക്കളെ കളിയാക്കി നമ്മുടെ കാലം കഴിച്ചു പോരുന്നു. അവരെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ
മനുഷ്യരെ ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ കേരളീയ ഭൂമിയിൽ വന്ന് ജനിച്ച് അദ്ദേഹത്തിൻ്റെ മഹത്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളെ മുഴുവൻ പേരെയും വലിയ വലിയ പാഠങ്ങൾ പഠിപ്പിച്ച ആ നാറാണത്ത് ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെടുന്ന ആചാര്യനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഈ ഒരാഴ്ചക്കാലം മുഴുവൻ അനുസ്മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് തന്നതിന് ആ ദുർഗാ ഭഗവതിയെ നമസ്കരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്ത ഒരു അധ്യായത്തിൽ പുതിയ കഥകളുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. സഹജീവികളോടുള്ള കാരുണ്യമാണ് ഈശ്വര ഭക്തിയുടെ അടിസ്ഥാന ലക്ഷ്യം. കഠിനാധ്വാനം ദൈവികമാണ്, അത് നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കും. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ വഴുതക്കാട് ഗണപതി ക്ഷേത്രം. മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം. തിരുവനന്തപുരത്തെ ഗണപതി ക്ഷേത്രം എന്ന് കേട്ടാൽ പലരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ്. എന്നാൽ അതുപോലെ തന്നെ പ്രധാനമായ ഒരു ഗണപതി ക്ഷേത്രം കൂടിയുണ്ട് നഗരമധ്യത്തിൽ. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ നിന്നും വഴുതക്കാട് ജംഗ്ഷനിലേക്ക് വരുന്ന റോഡിന് വലതുവശത്തായി വഴുതക്കാട് ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും നിറഞ്ഞ പാതയോരത്ത് നിന്ന് അല്പം ഉള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ ക്ഷേത്രം പുതുതായി എത്തുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം. ക്ഷേത്രം റോഡിൽ നിന്ന് നോക്കിയാൽ പൂർണ്ണമായി കാണാനും കഴിയില്ല. മായാപൂരിതമായ ശരീരത്തിനുള്ളിൽ അദൃശ്യമായി കുടികൊള്ളുന്ന ആത്മാവെന്നതുപോലെ തിരക്കുകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ക്ഷേത്രം കാണാൻ നിരവധി പടികൾ താണ്ടണം. പ്രധാന പാതയിൽ നിന്ന് ആരംഭിക്കുന്ന പടികൾ നമ്മെ ക്ഷേത്രാങ്കണത്തിലേക്ക് നയിക്കുന്നു. നമസ്കാരം. വിഘ്നേശ്വരായ നമ. ഭാരത സംസ്കൃതിയിലെ വിനായകൻ, വിഘ്നേശ്വരൻ, ഗണപതി ഭഗവാൻ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. എന്ത് കാര്യത്തിനും തുടക്കം കുറിക്കാൻ ഗണപതി ഭഗവാനെ വന്ദിക്കുക. അത് വിദ്യ ആരംഭിക്കുകയാണെങ്കിലും ഏത് പ്രവർത്തനമായാലും വിഘ്നം കൂടാതിരിക്കാൻ വിഘ്നേശ്വരൻ കടാക്ഷിക്കണം. ഓം വിനായകായ നമഃ. ഓം വിഘ്നരാജായ നമഃ. തികച്ചും കേരളീയ മാതൃകയിൽ പണികഴിപ്പിച്ചതാണ് ക്ഷേത്രം. ക്ഷേത്രോൽപത്തിയുടെ ചരിത്രം അന്വേഷിച്ചാൽ നാം എത്തിച്ചേരുന്നത് ടിപ്പുവിന്റെ പടയോട്ട കാലത്താണ്. 500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഗണപതി വിഗ്രഹം ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി പെരുമ്പാവൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും വഴുതക്കാട് പ്രതിഷ്ഠിച്ച് പൂജ നടത്തുകയും ചെയ്തു. ഓം ദക്ഷായ നമഃ. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞ് പെരുമ്പാവൂരിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിച്ചില്ല. പ്രശ്നവിധികളിൽ ഗണപതി ഭഗവാന് തിരുവനന്തപുരത്തെ ആസ്ഥാനമാണ് കൂടുതൽ പ്രീതികരം എന്ന് കണ്ടെത്തി. അങ്ങനെയാണ് ഇവിടെ സ്ഥിരമായ ഒരു ക്ഷേത്രം രൂപപ്പെട്ടത്. ഓം ദ്വിജപ്രിയായ നമഃ. ഓം വാദ്യകലാകാരന്മാരെ സംബന്ധിച്ച് വിദ്യ പഠിക്കുമ്പോൾ ആദ്യം ഗണപതി കൈ കൊട്ടുക എന്നൊരു ചടങ്ങാണ്. നിത്യവും ഗണപതിയെ വന്ദിച്ചിട്ടാണ് ഞങ്ങൾ അഭ്യാസം ചെയ്യുക. അതുപോലെ എപ്പോഴും ഗണപതി സ്മരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവർക്കും തുടക്കം. അത് ഭാരത സംസ്കൃതിയുടെ ഒരു ഭാഗമാണ്.
ശ്രീകൃഷ്ണൻ, നാഗദൈവങ്ങൾ, ശാസ്താവ്, ഭഗവതി തുടങ്ങിയ നിരവധി ഉപദേവത പ്രതിഷ്ഠകളും ക്ഷേത്രത്തോടനുബന്ധമായി കാണുന്നു. ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആന ശൃണ്വന്നോതിഭിः സീദസാദനം. മേളം അവതരിപ്പിക്കുക, ഗണപതി ഭഗവാന്റെ മുന്നിൽ മേളം സമർപ്പിക്കാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. വാദ്യകലയിൽ 50-ലധികം കാലമായി പ്രവർത്തിക്കുന്നു. വിഘ്നം കൂടാതെ ഇത്രയും കാലത്തെ വാദ്യപ്രവർത്തനം നടത്തിയത് എല്ലാം ഗുരുകൃപയാലും ഈശ്വര അനുഗ്രഹത്താലാണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. പെരുമ്പാവൂരിലെ നാഗംചേരി ഇല്ലത്തെ ഒരു നമ്പൂതിരിയായിരുന്നു ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അദ്ദേഹം തിരുവനന്തപുരത്ത് താമസമാക്കി പൂജകളും ക്ഷേത്രഭരണവും നടത്തിവന്നു. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. വളരെ കാലങ്ങൾക്ക് ശേഷം നാഗഞ്ചേരി കുടുംബത്തിലെ ഒരു അനന്തരാവകാശി ക്ഷേത്രം ഏറ്റെടുക്കുകയും 1981 ക്ഷേത്ര ഭരണ ചുമതല ഒരു പൊതു ട്രസ്റ്റിന് കൈമാറുകയും ചെയ്തു. ഇന്നും ക്ഷേത്ര ഭരണാധികാര്യങ്ങൾ നിർവഹിക്കുന്നത് ക്ഷേത്ര ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ്. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം. വിവിധ ദേവതകളുടെ ആലയം കൂടി ഉള്ളതുകൊണ്ട് തന്നെ വിനായക പ്രീതികരമായ ദിനങ്ങൾക്കൊപ്പം ഉപദേവതാ പ്രീതികരമായ ദിനങ്ങളും വഴുതക്കാട് ഗണപതി ക്ഷേത്രത്തിലെ വിശേഷ ദിനങ്ങളാണ്. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ക്ഷേത്ര വഴിപാടുകൾ നടത്തുന്നതിന് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നഗരമധ്യത്തിലെ ശാന്തവും സുന്ദരവുമായ ഈ ആരാധനാസ്ഥാനം നഗരത്തിന് പുറത്തുള്ള അധികമാർക്കും അറിയില്ല എന്നതുകൊണ്ടും ഉത്സവ ആഘോഷങ്ങൾക്ക് അധികമായ പ്രചാരണം ഇല്ല എന്നതുകൊണ്ടും വാർത്താ പ്രാധാന്യം നേടുന്നില്ല. എങ്കിലും
വിശ്വാസികളുടെ അഭയസങ്കേതമായി വഴുതക്കാട് ഗണപതി ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നു. ഓം ഗം ഗണപതയേ നമഃ. അംബികാ ഹൃദയാനന്ദം മാതൃഭീ പരിപാലിതം ഭക്തപ്രിയം മദോന്മത്തം വന്ദേഹം ഗണനായകം. അംബികാ ഹൃദയാനന്ദം മാതൃഭീ പരിപാലിതം ഭക്തപ്രിയം മദോന്മത്തം. ഓരോ ജീവിയുടെയും നിലനിൽപ്പിന് ആവശ്യമായ തരത്തിൽ അവയുടെ ശബ്ദം, രൂപം, ജീവിത രീതി എന്നിവയെല്ലാം ഈശ്വരൻ ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാ ജീവികളും ഇതുകൊണ്ട് തൃപ്തരായി ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യരും. പ്രകൃതിക്ക് ദോഷമാകാത്ത രീതിയിൽ നാം എന്ന് ജീവിക്കാൻ തുടങ്ങുന്നുവോ അപ്പോഴാണ് മനുഷ്യവർഗത്തിന് ശാന്തിയും സുഖവും ലഭിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.